നമസ്കാരം. എൻ്റെ പേര് അനിത രവീന്ദ്രൻ. ഞാൻ പാലാ സ്വദേശിനിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഓണവിഭവം മുളകാപ്പച്ചടി. ഇത് വടക്കൻ കേരളത്തിൻ്റെ ഒരു തനതായ ഓണവിഭവമാണ്. നമ്മുടെ സാധാരണ ഇഞ്ചിക്കറിയൊക്കെ പോലെ തന്നെ മധുരം, പുളി, എരിവ്, ഉപ്പ് മുതലായ എല്ലാ രസങ്ങളും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഓണവിഭവമാണ് മുളകാപ്പച്ചടി. ഇനി നമുക്ക് മുളകാപ്പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാമഗ്രികൾ. ആദ്യമായി നമുക്ക് വേണ്ടത് പേരിൽ സൂചിപ്പിച്ചതുപോലെ പച്ചമുളകാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 12 പച്ചമുളകാണ്. നീളത്തിലുള്ള എരിവ് കുറഞ്ഞ പച്ചമുളക് കഴുകി വൃത്തിയാക്കി ഞെട്ട് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് ഈ പച്ചമുളക് വറുക്കാനുള്ള നല്ലെണ്ണയാണ്. നല്ലെണ്ണ അഥവാ എള്ളെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു 4-5 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത് പുളിയാണ്. വാളൻ പുളി പിഴിഞ്ഞെടുത്തത്. ഇത് നല്ല കുറുകെ പിഴിഞ്ഞെടുത്ത വാളൻ പുളി വേണം. അതുകൊണ്ട് ഞാനൊരു 4-5 മണിക്കൂർ കുതിർത്ത ശേഷം അത് എടുത്തു വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇതൊരു അരയുണ്ട ശർക്കര പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് മധുരത്തിന് അനുസൃതമായിട്ട് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എള്ളാണ്. ഈ എള്ള് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. അടുത്തതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവയാണ്. ഇത് കൂടാതെ നമ്മൾക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ താളിച്ചിടുവാൻ വേണ്ടി കടുക്, വറ്റൽമുളക്, കറിവേപ്പില. മുളകാപ്പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങും. ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് നടുവേ കീറുക. വിട്ടുപോകാത്ത വിധത്തിൽ വേണം കീറാൻ. അപ്പം നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ പാനിലേക്ക് ഒഴിക്കുക. ഇത് നമ്മുടെ മുളക് വറുത്തെടുക്കാനുള്ള എണ്ണയാണ്. നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണയാണ്. ഇതിൽ മുളകിട്ട് നല്ലവണ്ണം നമ്മൾ മൂപ്പിച്ചെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുളക് പാകത്തിന് മൂപ്പെത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് പുളി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാൻ ഇവിടെ കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്ത വലിയ 2 കപ്പ് പുളി വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഈ പുളിവെള്ളത്തിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കൂടാതെ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. ഇനി ഈ പുളി തിളച്ച് കുറച്ച് കുറുകി വരണം. നമുക്ക് ഈ പുളി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എള്ള് വറുത്തെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വറുത്തെടുക്കണം. നല്ലതുപോലെ എള്ള് വറുത്തെടുക്കണം. ഇപ്പൊ നമുക്ക് എള്ള് മൂത്ത് എള്ള് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. അതിങ്ങനെ പൊട്ടി വരുന്ന ഇതാണ് എള്ളിൻ്റെ പാകം. ഇനി നമുക്ക് ഇത് സ്വല്പം തണുത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് പൊടിക്കാം. വളരെ നേർമയായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. എള്ളൊന്ന് പൊടിഞ്ഞാലും മതിയാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ നേരത്തെ വെച്ച പുളി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു 1/2 ഉണ്ടയുടെ ശർക്കര ചേർത്ത് ഇനി ഇതൊന്നും കൂടി തിളയ്ക്കാൻ വെക്കുകയാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കാം. മധുരം കുറവ് ആവശ്യമുള്ളവർക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ശർക്കരയുമായിട്ട് ചേർന്ന് ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ വറുത്ത് വെച്ച എള്ള് ഇപ്പം അത്യാവശ്യം തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചു.
അപ്പം നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. എള്ളും ഇതെല്ലാം കൂടി ചേർന്ന് നല്ല ഒരു മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഇതോടൊപ്പം നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റമായ മുളക് ചേർത്ത് വീണ്ടും ചൂടാക്കാം. ഇത് നമ്മൾ പച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു 2 ടീസ്പൂൺ കടുക് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. പച്ചക്കടുകാണ് അരിക്കുന്നത്, വറുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ നേരത്തെ ഒഴിച്ച പച്ചമുളകും എല്ലാം അതിനോട് ചേർന്ന് വെന്ത് പാകമായിട്ടുണ്ട്.